PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാങ്കിങ്ങിൽ നിന്നുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. നാളെയാണ് നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത്. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു വരുന്നു എന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, എ ബിൽ വിച്ച് ഈസ് ഡെലിവേർഡ് കണ്ടീഷണലി ഓർ ഫോർ എ പർട്ടിക്കുലർ പർപ്പസ് ഈസ് കോൾഡ്. A bill which is delivered conditionally or for a particular purpose is called. ഉത്തരം escrow. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് കണ്ടീഷണലി ഡെലിവറി ചെയ്യുന്ന ബില്ലുകളെ എസ്ക്രോ എന്നാണ് പറയുന്നത്. ടൈം ബിൽ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം പേയബിൾ ആകുന്ന ബില്ലാണ്. ഡിമാൻഡ് ബിൽ എന്ന് പറഞ്ഞാൽ പേയബിൾ ഓൺ ഡിമാൻഡാണ്. A bill which is delivered conditionally or for a particular purpose is called escrow. രണ്ടാമത്തെ ചോദ്യം, dishonor of a check due to insufficient fund is an offence under section dash of Negotiable Instrument Act. Dishonor of a check due to insufficient fund is an offence under section dash of Negotiable Instrument Act. ഉത്തരം സെക്ഷൻ 138. അക്കൗണ്ടിൽ മതിയായ ഫണ്ട് ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു ചെക്ക് ബൗൺസ് ആയാൽ, ചെക്ക് ഡിസോണർ ആയാൽ അത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 138 അനുസരിച്ച് ഒഫൻസാണ്, പണിഷബിളാണ്. കോപ്പറേറ്റീവ് ന്യൂസ് ഡൈജസ്റ്റ് ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് ന്യൂസ് ഡൈജസ്റ്റ്. വിനിമയ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻറ്റിൻ്റെ മാഗസിനാണ്. ഗ്രാമീയ എന്നത് നബാർഡിൻ്റെ പബ്ലിക്കേഷനാണ്. ഗ്രാമീയ, നബാർഡ്, വിനിമയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻറ്റ്, കോപ്പറേറ്റീവ് ന്യൂസ് ഡൈജസ്റ്റ് RBI. 90% ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് പ്രൈമറി കാർഡ് ബാങ്ക് ഈസ് ഫിനാൻസ്ഡ് ബൈ. 90% ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് പ്രൈമറി കാർഡ് ബാങ്ക് ഈസ് ഫിനാൻസ്ഡ് ബൈ. ഉത്തരം നബാർഡ്. പ്രൈമറി കാർഡ് ബാങ്കിൻ്റെ, അതായത് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ 90% ഷെയർ ക്യാപിറ്റലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നബാർഡാണ്. പ്രൈമറി കാർഡ് ബാങ്ക് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് ലോങ് ടേം ലോൺ കൊടുക്കുന്ന ക്രെഡിറ്റ് സ്ട്രക്ചറിൻ്റെ പ്രൈമറി ലെവലിലുള്ളതാണ്, അപ്പെക്സ് ലെവലിലുള്ളതാണ് KS കാർഡ് ബാങ്ക്. പ്രൈമറി കാർഡ് ബാങ്കിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു താലൂക്കാണ്. എ പേപ്പർ പേസ്റ്റഡ് വിത്ത് എ ചെക്ക് ഫോർ എൻഡോസ്മെൻറ്റ്. എ പേപ്പർ പേസ്റ്റഡ് വിത്ത് എ ചെക്ക് ഫോർ എൻഡോസ്മെൻറ്റ്. ഉത്തരം അലഞ്ച്. എൻഡോസ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെക്കിൻ്റെ കൂടെ പേസ്റ്റ് ചെയ്യുന്ന പേപ്പറിന്, അറ്റാച്ച് ചെയ്യുന്ന പേപ്പറിന് പറയുന്ന പേര് അലഞ്ച് എന്നാണ്. ഇൻ ഇന്ത്യ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് ആർ ഡൺ ബൈ. ഇൻ ഇന്ത്യ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് ആർ ഡൺ ബൈ. ഉത്തരം RBI. ഇന്ത്യയിൽ സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI ആക്ട് ആസ് എ ബാങ്കർ ടു ഗവൺമെൻറ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് RBI ആക്ട്. RBI ആക്ട് ആസ് എ ബാങ്കർ ടു ഗവൺമെൻറ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് RBI ആക്ട്. ഉത്തരം സെക്ഷൻ 20. RBI ആക്ടിൻ്റെ സെക്ഷൻ 20ലാണ് ഗവൺമെൻറ്റിൻ്റെ ബാങ്കറായിട്ട് RBI ആക്ട് ചെയ്യും എന്ന് പറയുന്നത്. RBI ആക്ടിൻ്റെ സെക്ഷൻ 22ലാണ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള കുത്തകാവകാശം RBIക്കാണെന്ന് പറയുന്നത്. മോണോപ്പൊളി പവർ ടു ഇഷ്യൂ കറൻസി നോട്ട്, അതാണ് സെക്ഷൻ 22 പറയുന്നത്. KYC norms were made compulsory by the RBI in. KYC norms were made compulsory by the RBI in. ഉത്തരം ഏപ്രിൽ 2010. KYC norms കമ്പൽസറി ആക്കിയത് 2010 ഏപ്രിൽ മുതലാണ്. KYC മീൻസ് നോ യുവർ കസ്റ്റമർ. അതിൻ്റെ എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. KYC മീൻസ് നോ യുവർ കസ്റ്റമർ. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് സ്വിഫ്റ്റ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് സ്വിഫ്റ്റ്. ഉത്തരം ബ്രസൽസ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലി കമ്മ്യൂണിക്കേഷൻ. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലി കമ്മ്യൂണിക്കേഷൻ. സ്വിഫ്റ്റിൻ്റെ ആസ്ഥാനം ബ്രസൽസ് ആണ്. 1973 എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്നാൽ ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് 77 മുതലാണ്. നോട്ടിംഗ് ആൻഡ് പ്രൊട്ടസ്റ്റ് ഈസ് മസ്റ്റ് ഫോർ. നോട്ടിംഗ് ആൻഡ് പ്രൊട്ടസ്റ്റ് ഈസ് മസ്റ്റ് ഫോർ. ഉത്തരം ഫോറിൻ ബിൽസ്. നോട്ടിങ്ങും പ്രൊട്ടസ്റ്റും ഫോറിൻ ബിൽസിന് നിർബന്ധമായും ചെയ്യേണ്ടതാണ്.
ഒരു ബില്ല് ഡിസോണർ ആയാൽ അത് ഡിസോണർ ആയി എന്നുള്ള ഫാക്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നോട്ടിംഗ് എന്ന് പറയുന്നത്. നോട്ടിംഗ് ഈസ് ദ ആക്ട് ഓഫ് റെക്കോർഡിംഗ് ദ ഫാക്റ്റ് ഓഫ് ഡിസോണർ ഓഫ് ദ ബിൽ ബൈ നോട്ടറി പബ്ലിക്. നോട്ടിംഗ് ചെയ്യുന്നത് നോട്ടറി പബ്ലിക്കാണ്. നോട്ടറി പബ്ലിക് എന്ന് പറയുന്നത് കോർട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളാണ്. ഇവർക്ക് ഒരു ചാർജസ് കൊടുക്കണം. അതിന് നോട്ടിംഗ് ചാർജസ് എന്നാണ് പറയുന്നത്. നോട്ടിംഗ് ചാർജ് ആരുടെ എക്സ്പെൻസ് ആണ് എന്നുള്ളത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അത് അക്സെപ്റ്ററുടെ എക്സ്പെൻസ് ആണ്. ദ എമൗണ്ട് ഓഫ് നോട്ടിംഗ് ചാർജ് ഈസ് പെയ്ഡ് ബൈ ദ ഹോൾഡർ ഓഫ് ദ ബിൽ ഇവൻച്വലി റിക്കവേർഡ് ഫ്രം ദ അക്സെപ്റ്റർ. ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ് ടു ദി അക്സെപ്റ്റർ. നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത് അക്സെപ്റ്ററുടെ എക്സ്പെൻസ് ആണ്. അപ്പോൾ നോട്ടിംഗ് ആൻഡ് പ്രൊട്ടസ്റ്റ് ഈസ് മസ്റ്റ് ഫോർ ഫോറിൻ ബിൽസ്. A special savings bank account where no minimum balance is. A special savings bank account where no minimum balance is. ഉത്തരം നോ ഫ്രിൽ അക്കൗണ്ട്. നോ ഫ്രിൽസ് അക്കൗണ്ട് മിനിമം ബാലൻസ് വേണ്ട. 2005 ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടാണ് നോ ഫ്രിൽസ് അക്കൗണ്ട് വരുന്നത്. DICGC is a fully owned subsidiary of. DICGC is a fully owned subsidiary of. ഉത്തരം RBI. RBIയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയാണ് DICGC. DICGC എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനാണ്. ഇത് നിലവിൽ വന്നത് 1978 ജൂലൈ 15-നാണ്. DICGC നിലവിൽ വന്നത് 1978 ജൂലൈ 15-ന്. ഇത് RBIയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയാണ്. New Bank of India was merged with Punjab National Bank in. New Bank of India was merged with Punjab National Bank in. ഉത്തരം 1993. 1993-ലാണ് ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ മെർജ് ചെയ്തത്. The safest form of crossing is അക്കൗണ്ട് പേയി ക്രോസിംഗ്. സേഫസ്റ്റ് ഫോം ഓഫ് ക്രോസിംഗ് എ ചെക്ക് എന്ന് പറയുന്നത് അക്കൗണ്ട് പേയി ക്രോസിംഗ് ആണ്. ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോസിംഗ് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ ഗിവൺ ടു ദ പേയിങ് ബാങ്കർ ടു പേ ദ എമൗണ്ട് ഓഫ് ചെക്ക് ത്രൂ എ ബാങ്കർ ഒൺലി ആൻഡ് നോട്ട് ഡയറക്ട്ലി ടു ദ പേഴ്സൺ പ്രസൻറ്റിംഗ് ഇറ്റ് അറ്റ് ദ കൗണ്ടർ. ക്രോസ് ചെയ്ത ചെക്കിൻ്റെ എമൗണ്ട് അക്കൗണ്ടിലേക്ക് മാത്രമേ വരുള്ളൂ. കൗണ്ടറിൽ ചെക്ക് പ്രസൻറ്റ് ചെയ്ത ആൾക്ക് ക്യാഷ് നേരിട്ട് കൊടുക്കില്ല. ക്രോസിംഗ് പ്രാക്ടീസ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടാണ് ഉത്തരം. പ്രധാനമായും 2 തരത്തിലുള്ള ക്രോസിംഗ് ആണ് പറയുന്നത്. ജനറൽ ക്രോസിങ്ങും സ്പെഷ്യൽ ക്രോസിങ്ങും. ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ 2 ലൈൻസ് മാത്രം, 2 പാരലൽ ലൈൻ മാത്രം ഉണ്ടായിരിക്കും ചെക്കിൻ്റെ ഫേസിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ. സ്പെഷ്യൽ ക്രോസിങ്ങിൽ ബാങ്കിൻ്റെ പേര് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ബാങ്കിൻ്റെ പേരുണ്ടെങ്കിൽ ആ ക്രോസിങ് സ്പെഷ്യൽ ക്രോസിംഗ് ആയിരിക്കും. എന്നാൽ 2 ലൈൻ മാത്രമോ അല്ലെങ്കിൽ ലൈൻ്റെ ഉള്ളിൽ ആൻഡ് കമ്പനി, അക്കൗണ്ട് പേയി, നോട്ട് നെഗോഷ്യബിൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ജനറൽ ക്രോസിംഗ് ആണ്. 2 ലൈൻ മാത്രമോ അല്ലെങ്കിൽ ലൈൻ്റെ ഉള്ളിൽ ആൻഡ് കമ്പനി, അക്കൗണ്ട് പേയി, നോട്ട് നെഗോഷ്യബിൾ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ജനറൽ ക്രോസിംഗ് ആണ്. ലൈൻ്റെ ഉള്ളിൽ ബാങ്കിൻ്റെ പേര് എഴുതുകയോ ലൈൻ ഇല്ലാതെ ബാങ്കിൻ്റെ പേര് വരികയോ ചെയ്യുകയാണെങ്കിൽ അത് സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. ഈ 2 പാരലൽ ലൈൻ ജനറൽ ക്രോസിങ്ങിൽ കമ്പൽസറിയാണ്. സ്പെഷ്യൽ ക്രോസിങ്ങിൽ ബാങ്കിൻ്റെ പേര് കമ്പൽസറിയാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ചില കേസിൽ 2 ബാങ്കിൻ്റെ പേര് വരാറുണ്ട്. അതിനെ ഡബിൾ ക്രോസിംഗ് എന്ന് പറയും. അപ്പോൾ സേഫസ്റ്റ് ഫോം ഓഫ് ക്രോസിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ട് പേയി ക്രോസിംഗ് ആണ്. SHG was introduced by ഉത്തരം നബാർഡ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, സ്വയം സഹായ സംഘം. ഇത് നിലവിൽ വന്നത് 1992-93 കാലത്താണ്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് നബാർഡാണ്. ദ ഫസ്റ്റ് സബ്സിഡിയറി ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദ ഫസ്റ്റ് സബ്സിഡിയറി ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്. SBIക്ക് 8 സബ്സിഡിയറി ബാങ്കുകളുണ്ട്. അതിൽ ആദ്യത്തെ ഏതാണെന്നായിരുന്നു ചോദ്യം. ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്. SBI സബ്സിഡിയറി ബാങ്ക് ആക്ട് നിലവിൽ വന്ന വർഷം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1959 1959 SBI സബ്സിഡിയറി ആക്ട് നിലവിൽ വരുന്നത്. അപ്പോൾ SBIയുടെ സബ്സിഡിയറി ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്,
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ. ഇതാണ് 8 സബ്സിഡിയറി ബാങ്കുകൾ. SBIയുടെ 8 സബ്സിഡിയറി ബാങ്കുകളാണ് ഇതെല്ലാം. അടുത്ത ചോദ്യം, KCC scheme was prepared by NABARD on the recommendation of which committee? KCC scheme was prepared by NABARD on the recommendation of which committee? ഉത്തരം RV Gupta committee. KCC means കിസാൻ ക്രെഡിറ്റ് കാർഡാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നബാർഡാണ്. അത് RV ഗുപ്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് വരുന്നത്. 1998 ഓഗസ്റ്റിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് നബാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, അഫിക്സ് ഓഫ് സ്റ്റാമ്പ്സ് ആർ നെസസറി ഇൻ ദ കേസ് ഓഫ്. അഫിക്സ് ഓഫ് സ്റ്റാമ്പ്സ് ആർ നെസസറി ഇൻ ദ കേസ് ഓഫ്. ഉത്തരം പ്രൊമിസറി നോട്ട്. പ്രധാനമായും 3 തരത്തിലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്: ചെക്ക്, പ്രൊമിസറി നോട്ട് ആൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സ്റ്റാമ്പ് അഫിക്സ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ട് വരുന്നത് പ്രൊമിസറി നോട്ടിലാണ്. അക്സെപ്റ്റൻസ് നിർബന്ധമായിട്ട് വരുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലാണ്. അക്സെപ്റ്റൻസിന് മുമ്പുള്ള ബില്ലിനെ ഡ്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അത് ശരിക്കും ബില്ല് ആവുന്നുള്ളൂ. അപ്പം അഫിക്സ് ഓഫ് സ്റ്റാമ്പ്സ് ആർ നെസസറി ഇൻ ദ കേസ് ഓഫ് പ്രൊമിസറി നോട്ട്. SBI is the first Indian bank to open branch in. SBI is the first Indian bank to open branch in. ഉത്തരം ചൈന. ചൈനയിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് SBI. SBIക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. SBI എന്ന് പറയുന്നത് ലാർജസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്കാണ്, ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ, ലാർജസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ. എന്നാൽ നമ്പർ ഓഫ് ATMൻ്റെയും ബ്രാഞ്ചുകളുടെയും കണക്ക് വെച്ച് നോക്കുമ്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്ക് SBI ആണ്. ചൈനയിൽ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് SBI. SBIയുടെ ആദ്യത്തെ ചെയർമാൻ ഡോക്ടർ ജോൺ മത്തായി ആണ്. അദ്ദേഹം ഒരു മലയാളിയായിരുന്നു. ഡോക്ടർ ജോൺ മത്തായി ആണ് SBIയുടെ ഫസ്റ്റ് ചെയർമാൻ. SBI നിലവിൽ വന്നത് 1955 ജൂലൈ 1 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ അമാൽഗമേറ്റ് ചെയ്തിട്ടാണ് SBI ആയി മാറിയത്. നമ്മൾ ഗോർവാല കമ്മിറ്റി പഠിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അല്ലെങ്കിൽ ഗോർവാല കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്തിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി മാറി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1955 ജൂലൈ 1 ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. ഡാഷ് ഈസ് ദ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂഡ് ബൈ പ്രൈമറി കാർഡ് ബാങ്ക്. ഡാഷ് ഈസ് ദ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂഡ് ബൈ പ്രൈമറി കാർഡ് ബാങ്ക്. ഉത്തരം സ്വരോസ്കർ. പ്രൈമറി കാർഡ് ബാങ്ക് 2 തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്: കിസാൻ ക്രെഡിറ്റ് കാർഡും സ്വരോസ്കർ ക്രെഡിറ്റ് കാർഡും. സ്വരോസ്കർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2004 കിസാൻ ക്രെഡിറ്റ് കാർഡ് അഡോപ്റ്റ് ചെയ്തത് 2005 പ്രൈമറി കാർഡ് ബാങ്ക് സ്വരോസ്കർ ക്രെഡിറ്റ് കാർഡ് കൊടുത്തു തുടങ്ങിയത് 2004 കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുത്തു തുടങ്ങിയത് 2005 അടുത്തത്, നോ ഗോൾഡ് ബാക്കിംഗ് ഈസ് റിക്വയർഡ് അണ്ടർ വിച്ച് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ. നോ ഗോൾഡ് ബാക്കിംഗ് ഈസ് റിക്വയർഡ് അണ്ടർ വിച്ച് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ. ഉത്തരം മാക്സിമം ഫൈഡ്യൂഷറി സിസ്റ്റം. ഒട്ടും ഗോൾഡ് ബാക്കിംഗ് ഇല്ലാതെ നടത്തുന്നതാണ് മാക്സിമം ഫൈഡ്യൂഷറി സിസ്റ്റം. അതായത് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് 4 തരം മെത്തേഡുകളുണ്ട്: ഫിക്സഡ് ഫൈഡ്യൂഷറി സിസ്റ്റം, മാക്സിമം ഫൈഡ്യൂഷറി സിസ്റ്റം, പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം ആൻഡ് മിനിമം റിസർവ് സിസ്റ്റം. ഇതാണ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള 4 തരം മെത്തേഡ്. ഇതിൽ ഇന്ത്യ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് മിനിമം റിസർവ് സിസ്റ്റമാണ്. ഇന്ത്യ നോട്ട് ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തത് 1938 അന്നേരം പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം മെത്തേഡായിരുന്നു അഡോപ്റ്റ് ചെയ്തിരുന്നത്. 1957 മുതലാണ് മിനിമം റിസർവ് സിസ്റ്റം ഇന്ത്യ നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള മെത്തേഡായിട്ട് അഡോപ്റ്റ് ചെയ്തത്. അപ്പോൾ നോ ഗോൾഡ് ബാക്കിംഗ് ഈസ് റിക്വയർഡ് അണ്ടർ വിച്ച് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ. ഉത്തരം മാക്സിമം ഫൈഡ്യൂഷറി സിസ്റ്റം. ലോൺസ് വിച്ച് ആർ ബാക്ക്ഡ് ബൈ മെറ്റീരിയൽ സെക്യൂരിറ്റീസ് ആർ നോൺ ആസ്. ലോൺസ് വിച്ച് ആർ ബാക്ക്ഡ് ബൈ മെറ്റീരിയൽ സെക്യൂരിറ്റീസ് ആർ നോൺ ആസ്. ഉത്തരം സെക്യൂർഡ് ലോൺസ്. ഒരു മെറ്റീരിയൽ സെക്യൂരിറ്റീസിൻ്റെ ബേസിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന അത്തരം ലോൺസിനെയാണ് സെക്യൂർഡ് ലോൺസ് എന്ന് പറയുന്നത്. ദ കമ്മിറ്റി വിച്ച് റെക്കമെൻഡഡ് ദ ബാങ്ക് കമ്പ്യൂട്ടറൈസേഷൻ. The committee which recommended the bank computerization. ഉത്തരം രംഗരാജൻ കമ്മിറ്റി. രംഗരാജൻ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷനാണ് ബാങ്ക് കമ്പ്യൂട്ടറൈസേഷൻ.
RBIയുടെ 19ാമത്തെ ഗവർണറായിരുന്നു രംഗരാജൻ. അടുത്ത ചോദ്യം, ഡാഷ് ബാങ്ക്സ് ആർ കോൾഡ് റൊമാൻസ് ഓഫ് കോർപ്പറേഷൻ. ഡാഷ് ബാങ്ക്സ് ആർ കോൾഡ് റൊമാൻസ് ഓഫ് കോർപ്പറേഷൻ. ഉത്തരം അർബൻ ബാങ്ക്സ്. അർബൻ ബാങ്ക്സിനെയാണ് റൊമാൻസ് ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. മാധവദാസ് കമ്മിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് അർബൻ ബാങ്ക്സ്. അർബൻ ബാങ്ക്സുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയാണ് മാധവദാസ് കമ്മിറ്റി. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഫ്രം. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഫ്രം. ഉത്തരം ലോൺ റിക്കവറി. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. കാർഡ് ബാങ്കുകൾ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ലോൺ കളക്ഷനിൽ നിന്നാണ്. എ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റഡ് ബൈ RBI ഇൻ 1969. എ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റഡ് ബൈ RBI ഇൻ 1969. ഉത്തരം ലീഡ് ബാങ്ക് സ്കീം. 1969 RBI ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ലീഡ് ബാങ്ക് സ്കീം. ഈ ഒരു സ്കീമിൽ ഒരു കൊമേഴ്സ്യൽ ബാങ്ക് ലീഡ് ബാങ്കായിട്ട് ആക്ട് ചെയ്യും. ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പും നരിമാൻ കമ്മിറ്റിയുമാണ് ലീഡ് ബാങ്ക് സ്കീം റെക്കമെൻഡ് ചെയ്തത്. എ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റഡ് ബൈ RBI ഇൻ 1969 ഈസ് ലീഡ് ബാങ്ക് സ്കീം. മാക്സിമം വാലിഡിറ്റി ഓഫ് എ ചെക്ക് ഈസ്. മാക്സിമം വാലിഡിറ്റി ഓഫ് എ ചെക്ക് ഈസ്. ഉത്തരം 3 months. ചെക്കിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 മാസമാണ്. ചെക്കിൻ്റെ വാലിഡിറ്റി 6 മാസത്തിൽ നിന്ന് 3 മാസമാക്കി മാറ്റിയത് 2012 ഏപ്രിൽ 1 മുതലാണ്. ഒരു ചെക്കിലുള്ള ഡേറ്റ് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടുള്ള ചെക്കുകളെ എന്താണ് പറയുന്നത്? അതായത് കാലാവധി കഴിഞ്ഞ ചെക്കുകളെ സ്റ്റെയിൽ ചെക്ക് എന്ന് പറയും. അടുത്തത്, ദ ഫസ്റ്റ് അർബൻ ബാങ്ക് ഇൻ ഇന്ത്യ. ദ ഫസ്റ്റ് അർബൻ ബാങ്ക് ഇൻ ഇന്ത്യ. ഉത്തരം കാഞ്ചീവരം ഇൻ തമിഴ്നാട്. തമിഴ്നാട്ടിലെ കാഞ്ചീവരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ ബാങ്ക് നിലവിൽ വന്നത്. വെൻ നബാർഡ് ആക്ട് ഈസ് പാസ്ഡ് അറ്റ് ഇന്ത്യൻ പാർലമെൻറ്റ്. വെൻ നബാർഡ് ആക്ട് ഈസ് പാസ്ഡ് അറ്റ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഉത്തരം 1981. 1981 നബാർഡ് ആക്ട് പാസ്സാവുന്നത്. നബാർഡ് നിലവിൽ വരുന്നത് 1982 ജൂലൈ 12. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. നബാർഡ് ഫോം ചെയ്ത വർഷം 1982 ജൂലൈ 12. നബാർഡ് ആക്ട് നിലവിൽ വന്നത് 1981. നബാർഡിനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ക്രാഫിക് കാർഡ് കമ്മിറ്റി. ക്രാഫിക് കാർഡ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ബി ശിവരാമൻ. ഈ എല്ലാ പോയിന്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ക്രാഫിക് കാർഡിൻ്റെ ചെയർമാൻ ബി ശിവരാമൻ. ക്രാഫിക് കാർഡാണ് നബാർഡിനെ റെക്കമെൻഡ് ചെയ്തത്. നബാർഡ് നിലവിൽ വന്നത് 1982 ജൂലൈ 12. നബാർഡ് ആക്ട് 1981. ലാൻഡ് മോർഗേജ് ബാങ്ക് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ഇൻ. ലാൻഡ് മോർഗേജ് ബാങ്ക് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ഇൻ. ഉത്തരം 1920. 1920 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ലാൻഡ് മോർഗേജ് ബാങ്ക് നിലവിൽ വരുന്നത്. അത് പഞ്ചാബിലെ ജംഗ് എന്ന സ്ഥലത്താണ്. അപ്പോൾ ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് നിലവിൽ വന്നത് പഞ്ചാബിലെ ജംഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. വർഷം 1920. രണ്ടാമത്തേത് വന്നത് ബംഗാളിലെ ഗുർഗോൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് 1924. RRB ഈസ് ദ റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ് കമ്മിറ്റി. RRB ഈസ് ദ റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ് കമ്മിറ്റി. ഉത്തരം നരസിംഹം കമ്മിറ്റി. റീജിയണൽ റൂറൽ ബാങ്ക് നരസിംഹം കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷനാണ്. റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2. റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് വന്ന വർഷം 1976. ഇന്ദിരാഗാന്ധിയുടെ 20 പരിപാടിയുടെ ഭാഗമായിട്ട് വന്നതാണ് RRB. ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ RRB കേരളത്തിലാണ്, കേരള ഗ്രാമീൺ ബാങ്ക്. അടുത്തത്, ക്രോസിംഗ് ഓഫ് എ ചെക്ക് ക്യാൻ ബി ക്യാൻസൽഡ് ബൈ. ക്രോസിംഗ് ഓഫ് എ ചെക്ക് ക്യാൻ ബി ക്യാൻസൽഡ് ബൈ. ഉത്തരം ഡ്രോയർ. നേരത്തെ നമ്മൾ ക്രോസിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ജനറൽ ക്രോസിംഗ്, സ്പെഷ്യൽ ക്രോസിംഗ് ഒക്കെ. ഈ ക്രോസിംഗ് ക്യാൻസൽ ചെയ്യാൻ കഴിയുന്നത് ഡ്രോയർക്ക് മാത്രമാണ്. പേ ക്യാഷ് എന്ന് എഴുതി ഡ്രോയർ ഫുൾ സിഗ്നേച്ചർ ഇട്ടാൽ ആ ക്രോസിംഗ് ക്യാൻസലായി. ക്രോസിംഗ് ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ് എന്ന് പറയുന്നത്. ക്രോസിംഗ് ഓഫ് എ ചെക്ക് ക്യാൻ ബി ക്യാൻസൽഡ് ബൈ ഡ്രോയർ. The banker to every Indian is a slogan of. The banker to every Indian is a slogan of. ഉത്തരം SBI. SBIയുടെ സ്ലോഗനാണ് ദ ബാങ്കർ ടു എവരി ഇന്ത്യൻ വിത്ത് യു ഓൾ ദ വേ. ഇതൊക്കെ SBIയുടെ ടാഗ് ലൈനാണ് പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ്.
SBIയുടെ ടാഗ് ലൈൻ പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ്. അടുത്ത ചോദ്യം, ദ ഡ്രോയി ഓഫ് എ ചെക്ക് ഈസ് ഓൾവേസ് എ. ദ ഡ്രോയി ഓഫ് എ ചെക്ക് ഈസ് ഓൾവേസ് എ. ഉത്തരം ബാങ്ക്. ഒരു ചെക്കിൻ്റെ ഡ്രോയി എന്ന് പറയുന്നത് എപ്പോഴും ബാങ്ക് ആയിരിക്കും. ഡ്രോയർ എപ്പോഴും കസ്റ്റമർ ആയിരിക്കും. സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ക്യാൻ ബി ക്ലെയിംഡ് ഫോർ ഡാഷ് ചെക്ക്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ക്യാൻ ബി ക്ലെയിംഡ് ഫോർ ഡാഷ് ചെക്ക്. ഉത്തരം ക്രോസ്ഡ് ചെക്ക്. ക്രോസ്ഡ് ചെക്കിന് മാത്രമേ സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ. RBI ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. RBI ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. ഉത്തരം 1934. 1934 മാർച്ച് 6-നാണ് RBI ആക്ട് നിലവിൽ വരുന്നത്. RBI നിലവിൽ വരുന്നത് 1935 ഏപ്രിൽ 1-നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 1935 ഏപ്രിൽ 1-നാണ് RBI നിലവിൽ വരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. RBI സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൽക്കട്ടയിലായിരുന്നു. 1937-ലാണ് RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലേക്ക് മാറ്റിയത്. RBI ആക്ട് നിലവിൽ വന്നത് 1934 മാർച്ച് 6-ന്. RBI നിലവിൽ വരുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് 1935 ഏപ്രിൽ 1-നാണ്. RBI നാഷണലൈസ് ചെയ്തത് 1949 ജനുവരി 1-നാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ദ RBI ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 1934. നമ്പർ ഓഫ് ബാങ്ക്സ് നാഷണലൈസ്ഡ് ഇൻ 1969 വാസ്. നമ്പർ ഓഫ് ബാങ്ക്സ് നാഷണലൈസ്ഡ് ഇൻ 1969 വാസ്. ഉത്തരം 14 ബാങ്ക്സ്. 1969 ഫസ്റ്റ് ബാങ്ക് നാഷണലൈസേഷനിൽ എത്ര ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു എന്നാണ് ചോദ്യം. ഉത്തരം 14 ബാങ്കുകൾ. 1969 ജൂലൈ 19-നാണ് ആദ്യത്തെ ബാങ്ക് നാഷണലൈസേഷൻ നടക്കുന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. RBI ഗവർണറായിരുന്നു ലക്ഷ്മികാന്ത് ഷാ. 50 കോടിക്ക് മുകളിൽ ടോട്ടൽ ഡെപ്പോസിറ്റ് ഉള്ള 14 ബാങ്കുകളെയാണ് ഫസ്റ്റ് ഫേസിൽ നാഷണലൈസ് ചെയ്തത്. സെക്കൻഡ് ബാങ്ക് നാഷണലൈസേഷൻ നടക്കുന്നത് 1980 ഏപ്രിലാണ്. അന്ന് 200 കോടിക്ക് മുകളിലുള്ള 6 ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്തത്. ആ സമയത്തും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. RBI ഗവർണറായിരുന്നത് IG പട്ടേൽ ആണ്. അടുത്ത ചോദ്യം, എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ. എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ. ഉത്തരം 1982. എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്, 1982 ജനുവരി 1-നാണ് നിലവിൽ വന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ. ഇത് ഇന്ത്യ ഗവൺമെൻറ് ഹോളി ഓൺഡ് ബാങ്കാണ്. ഫോറിൻ കറൻസി പ്രീ ഷിപ്മെൻറ്റ് സ്കീം എക്സിം ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫോറിൻ കറൻസി പ്രീ ഷിപ്മെൻറ്റ് സ്കീം ആവിഷ്കരിച്ചത് 1993-ലാണ്. അടുത്ത ചോദ്യം, ദ ബാങ്കർ ഹൂ ഈസ് ദ ഡെറ്റർ ടു ദ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ ഈസ് കോൾഡ്. ദ ബാങ്കർ ഹൂ ഈസ് ദ ഡെറ്റർ ടു ദ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ ഈസ് കോൾഡ് ഗാർണിഷി. ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സിവിൽ കോർട്ടാണ്, അല്ലെങ്കിൽ കോർട്ട് ഓഫ് ലോ. ദ ഡിസ്ട്രിക്ട് ഇൻ കേരള ഹാവിംഗ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ബാങ്ക് ബ്രാഞ്ചസ്. ദ ഡിസ്ട്രിക്ട് ഇൻ കേരള ഹാവിംഗ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ബാങ്ക് ബ്രാഞ്ചസ്. ഉത്തരം എറണാകുളം. ഏറ്റവും കൂടുതൽ ബാങ്ക് ബ്രാഞ്ചസ് ഉള്ള ജില്ലയാണ് എറണാകുളം. സെക്ഷൻ ഡാഷ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് ഡിഫൈൻസ് ചെക്ക്. സെക്ഷൻ ഡാഷ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് ഡിഫൈൻസ് ചെക്ക്. ഉത്തരം സെക്ഷൻ 6. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 6-ലാണ് ചെക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 4 പ്രൊമിസറി നോട്ട്, സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്, സെക്ഷൻ 6 ചെക്ക്. 6A ഇലക്ട്രോണിക് ചെക്കും 6B ട്രങ്കേറ്റഡ് ചെക്കിനെയുമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Who is the sole authority to issue currency in India? Who is the sole authority to issue currency in India? ഉത്തരം RBI. കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള സോൾ അതോറിറ്റി RBI ആണ്. RBI ആക്ടിൻ്റെ സെക്ഷൻ 22-ലാണ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള അധികാരം RBIക്കാണെന്ന് പറയുന്നത്. എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. ഉത്തരം കസ്റ്റമർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കസ്റ്റമറാണ്. മൂവബിൾ അസറ്റ് ഓഫേർഡ് ആസ് സെക്യൂരിറ്റി ഫോർ അവൈലിംഗ് ലോൺസ് ആർ ടേംഡ് ആസ്.
മൂവബിൾ അസറ്റ് ഓഫേർഡ് ആസ് സെക്യൂരിറ്റി ഫോർ അവൈലിംഗ് ലോൺസ് ആർ ടേംഡ് ആസ്? ഉത്തരം ഹൈപ്പോത്തിക്കേഷൻ. മൂവബിൾ അസറ്റ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് ലോൺ എടുക്കുന്നതിനെയാണ് ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുന്നത്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ അത് മോർഗേജ് ആണ്. ബാങ്കേഴ്സ് ലീൻ ഈസ് എ ഡാഷ് ലീൻ. ബാങ്കേഴ്സ് ലീൻ ഈസ് എ ഡാഷ് ലീൻ. ഉത്തരം ജനറൽ ലീൻ. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻ 171 ജനറൽ ലീനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത് ജനറൽ ലീനാണ്. ബാങ്കേഴ്സ് ലീനെ ഇംപ്ലൈഡ് പ്ലെഡ്ജ് എന്നും പറയാറുണ്ട്. ലീൻ 2 തരത്തിലുണ്ട്, ജനറൽ ലീനും പർട്ടിക്കുലർ ലീനും. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 171 ജനറൽ ലീനെക്കുറിച്ചും 170 പർട്ടിക്കുലർ ലീനിനെ കുറിച്ചുമാണ് പറയുന്നത്. 172 പ്ലെഡ്ജിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത് ജനറൽ ലീനാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ആർ ഓൾസോ കോൾഡ് ഡാഷ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ആർ ഓൾസോ കോൾഡ് ഡാഷ് ഡെപ്പോസിറ്റ്സ്. ഉത്തരം ടൈം ഡെപ്പോസിറ്റ്സ്. ടൈം ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഒരു ഫിക്സഡ് ടൈമിലേക്കാണ് ഡെപ്പോസിറ്റ് ഇടുന്നത്. ഇത് ഒരു ടൈം ലയബിലിറ്റി ആണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മിനിമം പീരീഡ് എന്ന് പറയുന്നത് 7 ദിവസവും മാക്സിമം 10 വർഷവുമാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മറ്റ് പേരുകളാണ് ടൈം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റ് എന്നത്. A letter of credit is issued by a bank on the request of. A letter of credit is issued by a bank on the request of ഇമ്പോർട്ടേഴ്സ് ബാങ്ക്. ഇമ്പോർട്ടേഴ്സ് ബാങ്കിൻ്റെ റിക്വസ്റ്റിലാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ LC ഇഷ്യൂ ചെയ്യുന്നത്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ഒരു ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷനാണ്. ദ ബിഗ്ഗസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ. ദ ബിഗ്ഗസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ. ഉത്തരം SBI. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബിഗ്ഗസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക് അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് SBI ആണ്. ദ ബാങ്ക് ഡ്രാഫ്റ്റ് ഈസ് ഡ്രോൺ ബൈ എ. ദ ബാങ്ക് ഡ്രാഫ്റ്റ് ഈസ് ഡ്രോൺ ബൈ എ ബാങ്ക്. ബാങ്ക് ഡ്രാഫ്റ്റ് ഡ്രോൺ ചെയ്യുന്നത് ബാങ്ക് തന്നെയാണ്. IDBI വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ. IDBI വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ. ഉത്തരം 1964. 1964 ജൂലൈ 1 IDBI നിലവിൽ വരുന്നത്. ലീഡർ ഓഫ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് IDBI ആണ്. ലീഡർ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, ലീഡർ ഓഫ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് IDBI ആണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം 1964. ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻറ്റ് ഫണ്ട്, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ഫണ്ട്, സോഫ്റ്റ് ലോൺ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് IDBI ആണ്. ബാങ്കിങ്ങിൽ നിന്നുള്ള 50 ചോദ്യങ്ങളാണ് റിവിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബാങ്കിങ്ങിൽ നിന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും CSEB ബാങ്കിങ് എന്ന പേരുള്ള പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.